ഇനി നമുക്ക് മലബാറിലേക്ക് പോകാം. അവിടെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ BJPയുടെ വളർച്ചയിൽ ആശങ്കയിലായി CPM. സോറി, പോസിറ്റീവ് വാർത്ത അല്ല കേട്ടോ, ക്ഷമിക്കണം. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ട് എന്നുള്ളതാണ്. അതെ അതെ. ജില്ലയിലെ BJPയുടെ വോട്ടുകൾ അത് CPMന്റെ പതനത്തിന് കാരണമായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇടതുമുന്നണിയിൽ നിന്ന് നഷ്ടപ്പെട്ട വോട്ടുകൾ BJPക്ക് ലഭിച്ചെന്നും പാർട്ടിയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഗുഡ് മോർണിംഗ്. അനഘ, മലബാറിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിയുന്നത് ഈ BJP CPMന്റെ വോട്ട് ബാങ്ക് മുഴുവൻ അടിച്ചെടുത്തു എന്നാണല്ലോ. അതൊക്കെ മോശമല്ലേ? ഇങ്ങനെ മറ്റൊരു പാർട്ടിയുടെ വോട്ട് BJP അങ്ങനെ എടുക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്. അശ്വതി പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇതൊരു കാലത്തിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് ഏറ്റവും അധികം വേരോട്ടമുള്ള ഒരു മണ്ണാണ് കോഴിക്കോട്. അവിടെയാണ് BJP കൃത്യമായി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ഇടത്തും മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വോട്ടുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് സിറ്റി മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ഇത് രണ്ടുമായിരുന്നു BJP എ ക്ലാസ് മണ്ഡലമായി മാറ്റി നിർത്തിയിരുന്നത്. ഈ എ ക്ലാസ് മണ്ഡലത്തിൽ കോഴിക്കോട് നോർത്തിൽ BJP മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് ആണ് ഈ നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത്. നവ്യ ഹരിദാസിന് കഴിഞ്ഞ കാലം കിട്ടിയിരുന്നത് 30,000 അടുത്ത് വോട്ട് മാത്രമായിരുന്നു കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ആ വോട്ട് ഈ ഘട്ടത്തിലേക്ക് വരുമ്പോൾ 2026 വരുമ്പോൾ അത് ഒറ്റയടിക്ക് 10,000 വോട്ട് വർദ്ധിപ്പിക്കാൻ, അതായത് 40,000 മുകളിലേക്ക് വോട്ട് എത്തിക്കാൻ നവ്യ ഹരിദാസിന് BJPക്ക് കോഴിക്കോട് നോർത്ത് പോലൊരു മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എതിർ സ്ഥാനാർത്ഥി LDFന്റെ സിറ്റിംഗ് MLA ആയിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രനായിരുന്നു. ഈ സ്ഥാനാർത്ഥിയുടെ വോട്ട് ലഭിച്ചതിൽ നിന്ന് 5,000-ഓളം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് LDFന് ആ ഭാഗങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വോട്ട് കൃത്യമായി തന്നെ BJPക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കോഴിക്കോട് നോർത്തിനെ സംബന്ധിച്ച് LDFന്റെ വോട്ടിലുണ്ടായിരിക്കുന്ന വിള്ളൽ, ചോർച്ച, അത് BJPക്ക് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കി എന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഈ സിറ്റിംഗ് MLA ആയിട്ടുള്ള തോട്ടത്തിൽ രവീന്ദ്രന്റെ, പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടുള്ള പലയിടങ്ങളിലും സ്വന്തം വാർഡിൽ പോലും തോട്ടത്തിൽ രവീന്ദ്രൻ പിന്നോട്ട് പോവുകയും ആ വാർഡിൽ നവ്യ ഹരിദാസ് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യം കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് CPMനെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് പോകുന്നത്. അത് തന്നെയാണ് CPM ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിൽ കോഴിക്കോട് CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും വലിയ ആശങ്കയോടെ ഈ കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ തോട്ടത്തിൽ LDFന്റെ പലരും, തോട്ടത്തിൽ രവീന്ദ്രനടക്കം ഈ കാര്യം പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPക്ക് കോഴിക്കോട് ജില്ലയിൽ വോട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് CPM സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോടിന്റെ സാഹചര്യത്തിൽ ഇപ്പൊ 48 വർഷത്തോളം ഈ കോഴിക്കോടിന്റെ മണ്ണിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിച്ചതാണ് CPM. അങ്ങനെ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കോഴിക്കോട്. ആ കോട്ടകളൊക്കെ അടിമുടി തകർത്തുകൊണ്ട് ആണ് UDF മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. 13 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 11 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ LDF ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് 21 വർഷത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിൽ 11 മണ്ഡലങ്ങളിൽ UDF ജയിച്ചിട്ടുണ്ട്. അത് ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് LDFന് ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് LDF കൃത്യമായി പരിശോധിക്കുന്നത്. ഈ പരിശോധനയിലാണ് പറയുന്നത് കൃത്യമായ ഒരു ആശങ്കയുമായി LDF വരുന്നത്. അത് LDFനെ ആശങ്കപ്പെടുത്തുന്നത് BJPയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായിരിക്കുന്ന വൻ വർധനയാണ് എന്നുള്ളതാണ്. അശ്വതി, രാഖി. ശരിയാണ്. ഏതായാലും നെഞ്ചെടുപ്പോടെ CPM മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. എവിടെയൊക്കെ വോട്ട് ചോർന്നു എന്നതിൽ വലിയ ആശങ്കയുണ്ട്. ഇനി എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു തരി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചൊന്ന് അധികാരത്തിലേറാൻ 5 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നടക്കുമോ എന്നത് തന്നെ കണ്ടറിയേണ്ട സാഹചര്യമാണ്. കാരണം അത്രയേറെ BJP മുന്നേറ്റം നടത്തി കഴിഞ്ഞു കേരളത്തിൽ എന്നുള്ളതാണ്.